നമസ്തേ. നിങ്ങൾ പരീക്ഷാ തിരക്കിലാണല്ലേ? പരീക്ഷ ചൂടായിട്ട് നിൽക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഒരു ചെറിയൊരു ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. സംസ്കൃതത്തിൽ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. ഏതാണ് ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കാം അല്ലെ. തവ്യത്ത് യത്ത് എന്ന പ്രത്യയങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? സംസ്കൃതത്തിലെ തവ്യത്ത് പ്രത്യയവും യത്ത് പ്രത്യയവും എങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത്? വ്യ ചേർന്നത് തവ്യത്ത് അല്ലെ, യ മാത്രമുള്ളത് എന്താണ് യത്ത് എന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞു വെക്കുന്നത് അല്ലെ. തവ്യത് ക്രയതവ്യം എന്ന വാക്ക് അല്ലെ, ആനേതവ്യം അല്ലെ, തവ്യം അല്ലെ, അങ്ങനെ വരുന്ന വാക്കുകളെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ചിരുന്നത് അല്ലെ. ജി എന്ന് പറഞ്ഞാൽ ജയിക്കുക എന്നുള്ള അർത്ഥമാണ്. ചേതവ്യം, ശ്രോതവ്യം, കർത്തവ്യം, സ്മർത്തവ്യം എന്നിങ്ങനെ തവ്യത് പ്രത്യയങ്ങൾ വരുമ്പോൾ ക്രിയാപദങ്ങൾക്ക് മാത്രമേ ഇത് ഉണ്ടാകുള്ളൂ എന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ചേതവ്യം, ശ്രോതവ്യം, കർത്തവ്യം, സ്മർത്തവ്യം എന്നിങ്ങനെ കേട്ടോ. അതുപോലെ ആനീയ എന്നൊരു പ്രത്യയം കൂടെ ഉണ്ട് അല്ലെ. യത്തും തവ്യത്തും ഉണ്ട്. അനീയ അല്ലെങ്കിൽ ആനീയ എന്നൊക്കെ പറയും അല്ലെ. സ്മരണീയം, അനീയര് എന്നൊരു പ്രത്യയം തന്നെ ഉണ്ട് അല്ലെ. അനീയര് പ്രത്യയം എന്ന് പറയും. ശ്രവണീയം അല്ലെ, കരണീയം, സ്മരണീയം അല്ലെ. ഇതൊക്കെ എന്താണ്? അനീയര് എന്ന് പറയും. അനീയര് പ്രത്യയം ചേർന്നത്. അനീയര് പ്രത്യയവും തവ്യത് പ്രത്യയവും ഇവിടെ എഴുതാം. തവ്യത്ത് പ്രത്യയം അല്ലെ, അനീയര് പ്രത്യയം വരുന്നത് കേട്ടോ. യത്ത് പ്രത്യയം സ്മര്യം, കാര്യം, ശ്രവ്യം അല്ലെ, യത്ത് പ്രത്യയമാണ് അല്ലെ. ഇത് യത്ത് പ്രത്യയമാണ് അല്ലെ. അപ്പോ ഇങ്ങനെയാണ് 3 പ്രത്യയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു അല്ലെ. തവ്യത് പ്രത്യയങ്ങളില് ക്രേതവ്യം അല്ലെ, ആഗന്തവ്യം, സ്മർത്തവ്യം അല്ലെ, ക്രേതവ്യം, തവ്യത്, സ്മർത്തവ്യം അല്ലെ, സ്മർത്തവ്യം, തവ്യ വന്നുല്ലേ, തവ്യ എന്നുള്ളത് വന്നു. അതുകൊണ്ടാണ് അവിടെ തവ്യത് പ്രത്യയം എന്നുള്ളത് അല്ലെ, തവ്യത് പ്രത്യയം. അതുപോലെ തന്നെ ഇനി ആനേതവ്യം അല്ലെ, ആനേതവ്യം എന്നെഴുതാം അല്ലെ. തവ്യത് അല്ലെ, തവ്യം അല്ലെ, തവ്യത് പ്രത്യയമാണ് അല്ലെ. ഇനിയോ ക്രേതവ്യത്തിലും തവ്യതുണ്ട് എന്നുള്ളത് ഓർക്കുക കേട്ടോ. ഇനി നോക്കാം യത്ത് പ്രത്യയം എങ്ങനെയാണ്. ഭോജ്യം, യ വന്നു, യത്ത് പ്രത്യയം യ, ഭോജ്യം. ഗാദ്യം, ദ പ്ലസ് യ അല്ലെ, ഈ പ്ലസ് അല്ലെ, ദ്യ ആവുന്നത് അല്ലെ. ഗാദ്യം യ വന്നു അല്ലെ, ഗാദ്യം. പേയം യ വന്നു അല്ലെ, അതുകൊണ്ട് പേയം. ലേഹ്യം ഇവിടെയും യ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് യത്ത് പ്രത്യയമാണ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അടുത്തത് അനീയര് പ്രത്യയം. എങ്ങനെയാണ് അനീയര് പ്രത്യയം വരുന്നത്? ഗാധനീയം, നീയ അല്ലെ, നീയ എന്ന് വന്നു. ഇവിടെ യാണ്, ഇവിടെ തവ്യ എന്നുള്ളത് ഫുള്ള് നോക്കണം കേട്ടോ. ഗാധനീയം എന്ന് വന്നു അല്ലെ, ഗാധനീയം, നീയ എന്നാണ് വന്നത്. അതുപോലെ വദനീയം അല്ലെ, വദനീയം, പറയണം എന്നുള്ള അർത്ഥം. നീയ വന്നു അല്ലെ. വചനീയം അല്ലെ, വചനീയം അല്ലെങ്കിൽ വദനീയം എന്ന് തന്നെ പറയാം. ഇനി വേറെ ഒരു വാക്ക് പറയാണെന്ന് വെച്ചാൽ ഇതാ ഇവിടെ നമ്മൾ പഠിച്ചല്ലോ അല്ലെ, വദനീയം എന്നുള്ള പോലെ ശ്രവ്യം യ അല്ലെ, ശ്രവണീയം, കരണീയം, സ്മരണീയം അല്ലെ, അനീയ എന്നുള്ള പ്രത്യയമാണ് വരുന്നത് കേട്ടോ. ശ്രവണീയം, വദനീയം എന്നൊക്കെ പറയൂ അല്ലെ. ശ്രവണീയം അല്ലെ, കേൾക്കണം എന്നാണ് അല്ലെ. ശ്രവണീയം അല്ലെ, നീയം, ആനീയ അല്ലെ, അങ്ങനെ വരുന്ന വാക്കുകളാണ് ഇത്. അപ്പം 3 പ്രത്യയങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് വേണം പോവാൻ. തവ്യത്ത്, യത്ത്, അനീയര്. ഓക്കെ, തവ്യത് പ്രത്യയം, യത്ത് പ്രത്യയം, അനീയര് പ്രത്യയം. തവ്യത്തിന് ഉദാഹരണം എന്താണ്? ക്രേതവ്യം. യത്തിന് ഭോജ്യം, പേയം, ഗാദ്യം എന്നൊക്കെ പറയുന്നത്. അനീയരിന് എന്താണ്? ഗാധനീയം, വദനീയം, ശ്രവണീയം എന്നുള്ളതൊക്കെയാണ് ഉദാഹരണങ്ങളായിട്ടുള്ളത് അല്ലെ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു കാര്യങ്ങൾ പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് വേണം പോവാൻ അല്ലെ. അപ്പൊ ഇത് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് വന്നേക്കാം. നമ്മള് ക്ഷുതാജ്ഞാന പ്രദായിനി, അതുപോലെ തന്നെ
ഹിതമേവ അശ്നുയാത് എന്ന പാഠഭാഗത്തിലൊക്കെ വരുന്ന ഒരു ഭാഗമാണ് അല്ലെ. യത്ത് പ്രത്യയം, തവ്യത് പ്രത്യയം, അനീയര് പ്രത്യയം എന്നുള്ളത് 3 പ്രത്യയങ്ങളാണ്. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ക്രേതവ്യം വാങ്ങണം എന്നാണ് അല്ലെ. ഭോജ്യം കഴിക്കണം എന്നാണ്, ഗാഥനീയം കഴിക്കണം, എല്ലാത്തിനും ഒരേ അർത്ഥമാണ്. പക്ഷെ പ്രത്യയങ്ങൾ ഏതാണ്? യത്ത് പ്രത്യയമെന്നും തവ്യത്ത് പ്രത്യയമെന്നും അനീയര് പ്രത്യയമെന്നുമാണ് ഇതിന്റെ പേരുകൾ അല്ലെ. അതുകൊണ്ടാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകണം എന്ന് പറയുന്നത്. ഇത് പരീക്ഷയ്ക്ക് വരും, അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പഠിച്ചിട്ട് പോവുക. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പരീക്ഷ എഴുതുക. ഈ ഒരു ക്വസ്റ്റ്യന് തീർച്ചയായിട്ടും ഫുൾ മാർക്ക് ആയിരിക്കണം, ഫുൾ മാർക്ക് വാങ്ങണം. ഓക്കെ, ശരി. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ധന്യവാദ.